ഡിസംബർ 2-ന് SIR കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്ത് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സുപ്രീം കോടതി ധരിപ്പിക്കുമെന്ന് ഹാരിസ് ബീരാൻ. കടുത്ത സമ്മർദ്ദമാണ് BLOമാർ അനുഭവിക്കുന്നത്. SIR നടപടികളും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതികളും നീട്ടിവെക്കാൻ കോടതിക്ക് കഴിയും. BLOമാരുടെയും ബുദ്ധിമുട്ടുകളെല്ലാം കോടതി ധരിപ്പിച്ച് കോടതി അതിനകത്ത് കൺവിൻസ് ആവുകയാണെങ്കിൽ കോടതിക്ക് തന്നെ ഈ ഡേറ്റുകൾ നീട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ 2-ാം തീയതി നമ്മളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം കോടതിയെ ധരിപ്പിക്കുക. ഇനി അതിന് വേണ്ടിയിട്ടായിരിക്കും 2-ാം തീയതി നമ്മൾ കോടതിയെ ധരിപ്പിക്കാൻ പോകുന്നത്. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, SIRൽ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? മറ്റൊന്ന് കേരളത്തിന്റെ വാദം എങ്ങനെയായിരുന്നു? ഒരു സംശയം. നിലവിൽ കേരളത്തിലെ SIR നടപടികൾ തുടരാമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും കേരളത്തിന്റെ SIRനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുകയും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതിൽ കൃത്യമായ സത്യവാങ്മൂലം സമർപ്പിക്കുവാനാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൃത്യമായും അതുപോലെ തന്നെ തൽസ്ഥിതി റിപ്പോർട്ടും ഈ വിഷയത്തിൽ സമർപ്പിക്കണമെന്നും ഇപ്പോൾ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. നേരത്തെ കേരളത്തിന്റെ ഹർജി പ്രത്യേകം പരിഗണിക്കുമെന്നതാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. പക്ഷേ ബെഞ്ച് ആരംഭിച്ചപ്പോൾ തന്നെ പുതുച്ചേരി അതുപോലെ തന്നെ തമിഴ്നാട് അടക്കമുള്ള അവിടുത്തെ SIRനെതിരായുള്ള ഹർജികൾ പരാമർശിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഹർജികൾ ഉന്നയിക്കുകയുമായിരുന്നു. എന്തായാലും കേരളത്തിലെ സാഹചര്യം മറ്റ് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നതാണ് ഇപ്പോൾ സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 2-ാം തീയതി, അതായത് ചൊവ്വാഴ്ചയാണ് ഇനി ഹർജികൾ വീണ്ടും പരിഗണിക്കുക. അതേസമയം തിങ്കളാഴ്ച ഡിസംബർ 1-നകം ഇതിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറോടും ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സത്യവാങ്മൂലത്തിനൊപ്പം ഒരു തൽസ്ഥിതി റിപ്പോർട്ട് കൂടി സമർപ്പിക്കുവാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്രത്തോളം പുരോഗതി ഇപ്പോൾ SIR നടപടികളിൽ വന്നു അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുക. പ്രധാനമായും കേരളത്തിന് വേണ്ടി ഇന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി, കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ SIRും ഒരുമിച്ച് നടക്കുമ്പോൾ വലിയ പ്രതിസന്ധികൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നതാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ എതിർത്തിരുന്നു. കൃത്യമായും സുഗമമായാണ് SIR നടപടികൾ സംസ്ഥാനത്ത് മുന്നോട്ട് പോകുന്നു എന്നതായിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളാണ് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതല്ല സംസ്ഥാനത്തെ സാഹചര്യം എന്നതാണ് കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. കൃത്യമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട്. BLOമാരുടെ അടക്കം ആത്മഹത്യ എന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഡിസംബർ 2-ന് ഹർജി വീണ്ടും പരിഗണിക്കാമെന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡിസംബർ 1-നകം സത്യവാങ്മൂലവും തൽസ്ഥിതി റിപ്പോർട്ടും സമർപ്പിക്കുവാനും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്.